പത്തനംതിട്ടയിലേക്കാണ്. അവിടെ പാടി റെസിപ്റ്റ് ഷീറ്റിലെ നൂലാമാലകൾ കാരണം വലഞ്ഞിരിക്കുകയാണ് കടപ്ര പഞ്ചായത്ത് ചേന്നങ്കേരിയിലെ നെൽകർഷകർ. കുറച്ചുനാൾ മുൻപ് സംഭരിച്ച നെല്ലിന് മില്ലുടമകൾ നൽകിയ PR ഷീറ്റിൽ 2024-2025 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാരണത്താൽ കർഷകർക്ക് ബാങ്കിൽ നിന്നും പണം ലഭിക്കുന്നില്ല. ബന്ധപ്പെട്ട അധികൃതരെ സമീപിക്കുമ്പോൾ കാത്തിരിക്കണമെന്ന മറുപടിയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. 250 ഏക്കറിലേറെ സ്ഥലത്ത് കൃഷി ചെയ്ത കർഷകർ ഈ സീസണോടെ കൃഷി അവസാനിപ്പിക്കുകയാണെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ നെൽകർഷകർ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ കഴിഞ്ഞ കാലം കുറേയായിട്ട് അനുഭവിക്കുന്നുണ്ട്. നെല്ലിന് കൃത്യമായിട്ടുള്ള വില ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാകാതിരിക്കുക, അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെയാണ് സംസ്ഥാനത്തെ നെൽകർഷകർ കടന്നുപോകുന്നത്. മാറിമറിയുന്ന പ്രതികൂല കാലാവസ്ഥയും നെൽകർഷകർക്ക് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. എന്നാൽ അതിനുമപ്പുറത്തേക്ക് മറ്റൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് പത്തനംതിട്ട കടപ്ര പഞ്ചായത്തിലെ ചേന്നങ്കരിയിലെ ഏതാണ്ട് 100-ലധികം വരുന്ന നെൽകർഷകർ. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ 6 മാസത്തോളം എടുത്ത് നമ്മുടെ പൈസ കിട്ടാൻ. ഈ പ്രാവശ്യം അതിൽ കൂടുതലാകുമോ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ. കാര്യം ഇപ്പം പറഞ്ഞായിരുന്നു സീസൺ നെയിം എന്ന് അടിച്ച് വരേണ്ടടുത്ത് PRSനകത്ത് അതിനകത്ത് വന്നേക്കുന്നിടത്ത് കഴിഞ്ഞ വർഷത്തെ സീസണിലെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ രണ്ടാമത് നമുക്കൊരു വെബ്സൈറ്റ് അതിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോഴും അതിനകത്ത് വരുമ്പോൾ ഞങ്ങളുടെ പേരോ അക്കൗണ്ട് നമ്പരോ ഇല്ല. പക്ഷേ ഇതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങൾ കൃഷി ഓഫീസറെ സമീപിച്ചു, പാടി ഓഫീസറെ സമീപിച്ചു. പക്ഷേ വ്യക്തമായ ഒരു മറുപടി ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. 254 ഏക്കർ ഭൂമിയിലാണ് ഇവിടുത്തെ കർഷകർ കൃഷി ഇറക്കിയിട്ടുള്ളത്. നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ അത് മില്ലുടമകൾക്ക് നൽകും. മില്ലുടമകൾ PRS ഷീറ്റ് നൽകിയാണ് കർഷകർക്ക് പണം ഉറപ്പുവരുത്തുന്നത്. എന്നാൽ ഈ പറയുന്ന കർഷകർക്ക് മില്ലുടമകൾ നൽകിയ PRS ഷീറ്റിൽ കടന്നുകൂടിയിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പിഴവുകളാണ്. അക്കൗണ്ട് നമ്പറോ മറ്റ് പേര് വിവരങ്ങളോ ഒന്നും തന്നെ ഈ PRS ഷീറ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊയ്തെടുത്ത നെല്ലിന്റെ വില എങ്ങനെ, എപ്പോൾ, ഏത് ബാങ്കിൽ നിന്ന് കിട്ടുമെന്നറിയാത്ത വലിയ ആശങ്കയിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. ഒരു സർക്കാർ കാര്യങ്ങളിലുണ്ടാകുന്ന ഒരു ചെറിയ മിസ്റ്റേക്കുകൾ പോലും സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. സാധാരണക്കാരായ കർഷകർ ഈ മണ്ണിലും ചെളിയിലും കഷ്ടപ്പെട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ഇതിപ്പോൾ എൻ്റെ ഫാദറാണ് ഈ പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നത്. ഫാദറിന് ശേഷം അടുത്ത തലമുറ എന്നുള്ള രീതിയിൽ ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ എങ്ങനെയാണ് അടുത്തൊരു തലമുറ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്? ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ആദ്യമായിട്ടാണ്. മറ്റൊരു കാലത്ത് എന്നാലും മഴ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഉണക്കി കൊടുക്കാം. ഇത് അതുമല്ല. ഇതിപ്പോൾ ഇതിന്റെ കാശ് നമ്മൾ ആരോട് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്ന് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അതിൻ്റെ ആ വിഷമത്തിലാണ് ഞങ്ങളെല്ലാവരും. ഇപ്പോഴും ഞാൻ ബാങ്കിൽ ഇതേന്നും പറഞ്ഞുകൊണ്ട് ഓടി നടക്കുകയോ സകല സമയവും. പക്ഷെ ഇന്ന് ബാങ്കിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കൊണ്ടുചെല്ലാൻ പറഞ്ഞ് കൊണ്ടുചെന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്താണെന്ന് അക്കൗണ്ട് നമ്പരും ഇല്ല. ഈ PRSന്റെ പേപ്പറിൽ എഴുതിയിരിക്കുന്ന 2024-25 അത് 25-26 എഴുതി തരേണ്ടത്. ഇതൊരു നിസ്സാരമായിട്ടുള്ള പ്രശ്നമല്ല. കർഷകർ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കൊയ്തെടുത്ത് മില്ലുകാർക്ക് നൽകിയ നെല്ലിന്റെ പണം കാത്ത് എത്ര ദിവസങ്ങൾ ഞങ്ങൾ കാത്തിരിക്കണമെന്ന് നിസ്സാരാവസ്ഥയോടുകൂടി കർഷകർ ചോദിക്കുകയാണ്. ബാങ്കിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലും പണം ലഭിക്കും, നിങ്ങൾ കാത്തിരിക്കൂ എന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് കർഷകരെ പറഞ്ഞയക്കുകയാണ്. ഇനി എത്ര നാൾ കൊയ്തെടുത്ത നെല്ലിന്റെ പണത്തിനു വേണ്ടി കാത്തിരിക്കണമെന്നാണ് കർഷകർ ചോദിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിന് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയേ മതിയാകൂ. കടപ്രയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.